മഴ പെയ്തതോടെ നഗരത്തിലെ റോഡുകൾ തകർന്നു. യാത്രക്കാർ ദുരിതത്തിലായി. പ്രധാന പാതകളിലും ഇട റോഡുകളിലും രൂപപ്പെട്ട കുഴികളും നേരത്തെ അടച്ചവ വീണ്ടും പൊളിഞ്ഞതും ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി. നോക്കുകുത്തിയായി കോർപ്പറേഷൻ. ശക്തൻ സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നാളേറെയായി തുടരുന്ന ശോച്യാവസ്ഥ മഴ ശക്തമായതോടെ ഇരട്ടിയായി. കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡിൽ വാഹനങ്ങൾക്ക് കേടുപാടും അപകടങ്ങളും പതിവാണ്. വിയ്യൂരിലും പടിഞ്ഞാറേക്കോട്ടയിലും റോഡരികുകൾ തകർന്ന് ഇരുചക്രയാത്ര ദുഷ്കരമായി. പലയിടങ്ങളിലും നാട്ടുകാർ മുൻകൈയെടുത്ത് കുഴികൾ അടച്ചത് ആശ്വാസം. നമ്പൂതിരി വിദ്യാലയത്തിന് സമീപമുള്ള റോഡിലെ സ്ഥിതിയും ദയനീയമാണ്. അമൃത് പദ്ധതിയുടെ അർബൻ ട്രാൻസ്പോർട്ട് സെക്ടറിന് കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ചാണ് കോർപ്പറേഷൻ പോട്ട് ഹോൾ റിപ്പയറിംഗ് മെഷീൻ വാങ്ങിയത്. യന്ത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയെങ്കിലും റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിൽ കാലതാമസം നേരിടുകയാണ്. അടിയന്തരമായി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതേസമയം വടക്കേച്ചിറയ്ക്ക് സമീപം രൂപപ്പെട്ട വലുതും ചെറുതുമായ കുഴികളും കൊക്കാലയിലെ അപകട കുഴിയും ഉൾപ്പെടെ അധികൃതർ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം ഇനി നിങ്ങളുടെ സ്വന്തം സീമാസിൽ. തൃശൂർ, അങ്കമാലി ഷോറൂമുകൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ.